ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ ഗ്രന്ഥം 12-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നും പ്രകാശിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ ഈ അധ്യായത്തിൽ യുഗാന്ത്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ഉത്ഥാനത്തിൻ്റെ ഒരു അനുഭവമാണ് അത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു, ദൈവൈക്യം പ്രാപിച്ചൊരു യുവാവായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നെബൂഖദ്നേസർ രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവന്, തെളിഞ്ഞ ജ്ഞാനവും ബുദ്ധിയുമുള്ളവന്. അപ്പോൾ ജ്ഞാനികളായി തീരുക എന്നുള്ളത് വലിയ അപ്രാപ്യമായൊരു കാര്യമായിട്ടാണ് നമ്മളിൽ പലരും ചിന്തിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്: എൻ്റെ വചനത്തോട് അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്കും ജ്ഞാനം ലഭിക്കും. സുഭാഷിതം 4:7 എന്താ പറയുന്നത്? ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവ്വപ്രധാനം, എന്തു വില കൊടുത്തും ജ്ഞാനം സമ്പാദിക്കുക. കാരണം ഈ ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെളിമയുള്ളവരായിത്തീരും. ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല എന്ന് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ 7:30 പറയുന്നുണ്ട്. കാരണം അത് ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ നിസ്സരണവുമായ പ്രതിഫലനമാണ്. മലിനമായ ഒന്നിനും അതിൽ പ്രവേശനമില്ല. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയോ പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയോ ഇല്ല എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1:4 പറയുന്നുണ്ട്. അപ്പോൾ ഈ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിന്മയൊക്കെ നമ്മളെ വിട്ടുപോകും, നമ്മൾ നവീകരിക്കപ്പെടും. അങ്ങനെ ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നുവെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:14 പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജ്ഞാനികളായി തീർന്നാലാണ് നമ്മൾ വിധാനത്തിൻ്റെ പ്രഭ പോലെ നമ്മൾ തിളങ്ങുന്നത്. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരൊക്കെ അങ്ങനെയാണല്ലോ. അവരിന്നും നക്ഷത്രങ്ങളെപ്പോലെ, ഇന്നും അവർ നക്ഷത്രങ്ങളാണ്, അവർ അനേകരെ നയിക്കുകയാണ്. ഈ നക്ഷത്രം ജ്ഞാനി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ആഗമന കാലത്ത് ബേത്ലഹേമിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗരസ്ത്യ ദേശത്ത് നിന്നും ജ്ഞാനികൾ വരുന്നു. അവർ രാജകീയ പൗരോഹിത്യത്തിലൊക്കെ പങ്കുചേർന്ന ജ്ഞാനികളാണ്. അവരന്നത്തെ പൗരസ്ത്യ ദേശത്തെ രാജാക്കന്മാർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവരാണ്. അവരെ പഠിപ്പിക്കുന്നവരും ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നവരുമൊക്കെയാണ് ഈ ജ്ഞാനികൾ. അങ്ങനെയുള്ള ജ്ഞാനികൾ ഈ നക്ഷത്രത്തെക്കുറിച്ചൊക്കെ എപ്പോഴും അവർ ആകാശവിധാനത്തിലൊക്കെ നോക്കിയിരുന്ന് പ്രവചിക്കുന്നവരാണ്. അതുമല്ല, പ്രവചനങ്ങൾ കേട്ടെങ്കിൽ അതെന്നാണ് നിവർത്തിതമാകുന്നത് എന്ന് കാത്തിരിക്കുന്നവരാണ്. ഇപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 17 ബാലാം പ്രവചിക്കുന്നുണ്ട്: യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉയരും. ഇതിവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവർ വല്ലപ്പോഴുമൊക്കെ ആകാശവിധാനത്തിലേക്ക് നോക്കും. ഏതായാലും അന്നൊരു ഇടയുണ്ടായി അവർ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ നക്ഷത്രം അവർ കണ്ടു. ദൈവം ആകാശവിധാനത്തിൻ്റെ ക്രമം പോലും തെറ്റിച്ചുകൊണ്ട് ഒരു നക്ഷത്രത്തെ ആകാശത്തിലേക്ക് വിടുകയാണ്. അത് ഈ ജ്ഞാനികൾ കാണുകയാണ്. അപ്പോൾ അവൻ്റെ നക്ഷത്രം കണ്ട് അവർ രാത്രിയിൽ തന്നെ ഇറങ്ങിത്തിരിച്ചു. ലോക്കൽ രാജാവായ ഹെറോദസിനോടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവർ ഈ സ്പോട്ടിലെത്തി. തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നുകൊണ്ട് അവർ വഴിമാറിപ്പോയി. അപ്പോൾ അവരത് വന്ന് കണ്ട് യേശുവിന് സമർപ്പണങ്ങളൊക്കെ കൊടുത്തു. അപ്പം നമ്മളും ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഈ ഈശോയെ കണ്ടെത്തണം. കാരണം ഇത് എല്ലായിടത്തും ഉണ്ട് ഈ രക്ഷകൻ. എങ്കിലേ നമ്മൾ നക്ഷത്രങ്ങളാവുകയുള്ളൂ. ആ നക്ഷത്രം കണ്ടെത്തിയാലേ നമ്മൾ രക്ഷ അനുഭവിക്കുകയുള്ളൂ. നമുക്ക് രക്ഷയുമായിട്ട് വന്ന ഒരു യേശുവിൻ്റെ ജനനമാണ് നമ്മൾ ആഘോഷിക്കുക, അല്ലേ? ലൂക്കായുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 10-11 പറയുന്നത് എന്നതാ: ഇത് സർവ്വലോകത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. ഈ രക്ഷ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മളൊക്കെ നക്ഷത്രങ്ങളാകുന്നതും അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നതും. അതിനാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 78-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു സന്തോഷത്തിന്, ഒരു പ്രകാശത്തിൽ ഒക്കെ ആകുവാനാണ് ഈ ആഗമന കാലത്ത് ഒരുങ്ങുന്നത് നമ്മൾ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ ഭക്ഷണമൊക്കെ കഴിച്ച്, ഒത്തിരിയേറെ ഡെക്കറേഷനൊക്കെ നടത്തി, കുറേ പള്ളിയിലൊക്കെ പോയി, കുറേ പടക്കമൊക്കെ പൊട്ടിച്ച്, ബന്ധുമിത്രാദികളെല്ലാം ഒന്നിച്ചുല്ലസിച്ച്, സന്തോഷമൊക്കെ നല്ലതാണ്, എല്ലാം നമുക്ക് വളരെ ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറവാണ്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്, അതൊക്കെ ചെയ്യണം. എല്ലാം കഴിയുമ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ ഒരു നക്ഷത്രം, നമ്മളുടെ മനസ്സിൽ ഒരു നക്ഷത്രത്തിൻ്റെ പ്രഭ, നമ്മുടെ വികാരങ്ങളിൽ ഒരു സന്തോഷം, ഒരു രക്ഷ. ഇതാണ് നമ്മൾ നക്ഷത്രത്തെ കണ്ടെത്തുമ്പോൾ. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലൊക്കെ ഈ നക്ഷത്രത്തെ കണ്ടെത്തുവാനും അനേകരെ നമ്മൾ കണ്ടെത്തിയ നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ. അച്ഛന്മാരും ഞങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും വിളിയുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് നമ്മൾ നക്ഷത്രത്തെ നോക്കുമ്പോൾ ഞാനും ഒരു നക്ഷത്രമായി തീരണം, അനേകർക്ക് വേണ്ടി ജ്വലിക്കുന്നൊരു നക്ഷത്രമാകണം, അനേകരെ ഈ നക്ഷത്രത്തിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമാകണം എന്ന്, ഒരു ജ്ഞാനിയാകണം, ഒരു ജ്ഞാനിയായിത്തീരണം.
എങ്കിൽ മാത്രമേ നമ്മൾ പ്രഭയുള്ളവരായി തീരുള്ളൂ. നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒരു ഏക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, നിത്യത്വത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. അവിടെ നമ്മൾ ജ്വലിച്ച് നിൽക്കണമെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ജ്വലിക്കണം, ഇവിടെ ജ്വലിക്കണം, ഇവിടെ പ്രകാശിക്കണം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒത്തിരിയേറെ നക്ഷത്രങ്ങൾ നമ്മൾ തൂക്കുമ്പോൾ, ഒത്തിരിയേറെ ഇലുമിനേഷനൊക്കെ നമ്മൾ കെട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാനും ഇതുപോലെ ജ്വലിക്കണം, ഞാനും അനേകരെ ജ്വലിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ചെലവഴിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം.